ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ രേവതി സുധിയെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. രേവതി അങ്ങോട്ടും അങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് പോകുമ്പം കാണുന്നില്ല, ഇങ്ങോട്ടേക്ക് വരുമ്പം ഇപ്പുറത്തെ വഴിയെ വരും. അപ്പോഴേക്കും അമ്മ വലതും തരണേന്ന് ആദ്യത്തെ അവർ ചോദിക്കും, ആ ഭിക്ഷക്കാരൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ രേവതി ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇയാൾക്കും കൂടെ എന്തെങ്കിലും കൊടുക്കണേന്ന് അവർ പറയും. പാവാണ്, ഇയാൾക്കും കൂടെ എന്തും കൊടുക്കണേന്ന്. അപ്പോൾ തുണി മറിച്ചിട്ടിട്ടാണ് ഉണ്ടാവുക സുധി. അപ്പോൾ രേവതി ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് നീ എന്താടാ ആവി പിടിക്കുവാണോ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ അവർ അച്ചാച്ചൻ തുണി ഇങ്ങനെ മാറ്റും. എന്നിട്ട് അപ്പോൾ രേവതി ഇങ്ങനെ എന്തോ ഒരു സംശയം പോലെ രേവതിക്ക് തോന്നും. എന്നിട്ട് രേവതി പൈസ ഇട്ട് കൊടുത്തിട്ട് പോകാൻ നോക്കുമ്പോൾ പിന്നെയും ഒരു സംശയം തോന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ സുധിയാണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ തന്നെ രേവതി ഇങ്ങനെ, നിങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇവരുടെ കൂടെ എന്തിനാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത്, എന്താ നിങ്ങൾക്ക് പറ്റിയത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചത്. പക്ഷേ സുധി ഒന്നും മിണ്ടില്ല. സുധി ഇങ്ങനെ കണ്ട ഭാവം നടിക്കാതെ അവൻ ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ രേവതിക്ക് അത് കണ്ടിട്ട് സങ്കടവും ആവുന്നു. എന്നിട്ട് എന്തിനാ നിങ്ങൾ വന്നാട്ടെ, വീട്ടിലേക്ക് വാ, ഇതൊക്കെ മതിയാക്കി എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമെങ്കിലും സുധി ഒന്നും മിണ്ടില്ല. അത് കണ്ടിട്ട് രേവതി നേരെ സച്ചിയെ വിളിക്കും. സച്ചിയെ വിളിച്ചിട്ട് പറയും, നേരെ ക്ഷേത്രത്തിലേക്ക് വാ എന്നിങ്ങനെ പറയും. അപ്പോൾ അവിടെ എന്തെങ്കിലും വഴിപാടുണ്ടോ എന്നിങ്ങനെ സച്ചി ചോദിക്കും ആദ്യം. അപ്പോൾ രേവതി പറയും, അതൊന്നുമല്ല, ഇവിടെ വേറെ പ്രശ്നമാണ്, വേഗം വാ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്ത് പ്രശ്നം, എന്താണെന്ന് പറയാമെന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏട്ടനുണ്ട് എന്ന് പറയും. ആ ഓട്ടക്കാരനോ ചോദിക്കും സച്ചി. എന്നിട്ട് അതെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്നിട്ട് ഇവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം, ക്ഷേത്രത്തിന് മുന്നിൽ ഇരുന്നിട്ട് യാചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ സച്ചി പറയുമേ, നീ എന്തായി പറയുന്നത്, അത് അവനൊന്നും ആയിരിക്കില്ല, നീക്ക് വെറുതെ ആൾ തോന്നിയതായിരിക്കും, തെറ്റിയതായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, അല്ല അതന്നെയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വേഗം വാ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ സച്ചി ഫോൺ കട്ട് ചെയ്തിട്ട് അപ്പോഴേക്കും അവിടെ വരാൻ വേണ്ടി നോക്കും. അങ്ങനെ ആ സീൻ കഴിഞ്ഞ ശേഷം പിന്നെ വർഷയുടെ അടുത്ത് കാണിക്കുന്നത്. വർഷയുടെ വീട്ടിൽ വർഷയുടെ അമ്മയും അച്ഛനും അവരുടെ പാളിപ്പോയ പ്ലാനിനെ പറ്റി ചർച്ച ചെയ്യുക. പ്ലാന് ശ്രീകാന്തും വർഷയും വീട്ടിൽ നിൽക്കണമെന്നായിരുന്നല്ലോ, പക്ഷേ അത് സംഭവിച്ചില്ല. ശ്രീകാന്ത് വീട്ടിൽ നിന്നില്ല. അതിനെപ്പറ്റി മഹിമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലല്ലോ, ശ്രീകാന്ത് ഇവിടെ നിന്നില്ലല്ലോ, ശ്രീകാന്ത് 2 ദിവസമെങ്കിലും ഇവിടെ നിന്നിരുന്നെങ്കിൽ അവൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പുതിയ റെസ്റ്റോറൻറ്റൊക്കെ നിനക്ക് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും സോപ്പിടാമെന്ന് വിചാരിച്ചിരുന്നു. എന്നിട്ട് അവൻ ഇവിടെ തന്നെ നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ ഇവിടെ നിന്നില്ല, അവനൊരു റെസ്റ്റോറൻറ്റിലെ ഒരു റൂമിൽ നിൽക്കുന്നതെന്നാണ് വർഷ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയും, അത് പിന്നെ രവീന്ദ്രൻ്റെ മകനല്ലേ, അതിൻ്റെ അഹങ്കാരം ഇല്ലാതിരിക്കുകയോ എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ പ്ലാന് അവർ രണ്ടാളും ഇവിടെ നിൽക്കണമെന്നില്ലേ, അവൻ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛൻ പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ആലോചിക്കട്ടെ എന്ന് പറയും. അപ്പോൾ വർഷയാണെങ്കിൽ അപ്പോഴത്തേക്കും ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ദേഷ്യത്തിന് ഞാൻ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അമ്മയും അച്ഛൻ ചോദിക്കും, എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ കാരണം ഇങ്ങനെ വന്നതെന്നൊക്കെ പറയും. അപ്പോൾ അവരിങ്ങനെ പറയും, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടെ എനിക്കൊരു പയ്യനെ കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ പറയും, റോഷനോ എന്നിങ്ങനെ ചോദിക്കും. അവൻ എന്നെ അവൻ്റെ കാർ കയറ്റിയിട്ട് ബലമായിട്ട് കാർ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയും. എന്നിട്ട് സച്ചേട്ടനെ എന്നെ രക്ഷിച്ചതെന്ന് പറയും. അപ്പോൾ അവനെന്തിനാ നിന്നെ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും മഹിമ. പക്ഷേങ്കിൽ അച്ഛൻ പറയും, എന്നിട്ട് ഇത് കേട്ടാൽ തന്നെ എനിക്ക് അറിഞ്ഞൂടെ ഇത് ഇവരുടെ പ്ലാനാണെന്ന്. അപ്പോൾ ഇങ്ങനെ പറയും, റോഷൻ ഇത്രയും ദിവസം നാട്ടിലില്ലാത്ത റോഷൻ പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്നു, എന്നിട്ട് നിന്നെ പിടിച്ചുകൊണ്ട് കാറിലിരുത്തി കയറ്റി കൊണ്ടുപോകാൻ നോക്കുന്നു. അപ്പോഴത്തേക്ക് ഒരു ഹീറോയെ പോലെ, ഒരു സിനിമയിലെ ഹീറോയെ പോലെ തക്ക സമയത്ത് സച്ചി വരുന്നു, നിന്നെ രക്ഷപ്പെടുത്തുന്നു. ഇത് സച്ചിയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയും. അപ്പോൾ വർഷ പറയും, അച്ഛൻ ഇതിലൊരു ലോജിക്കുള്ള കാര്യം പറ, ഇതിലെന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ, അവരൊരാളും കോണ്ടാക്റ്റേ ഇല്ല, അവർ സച്ചിയേട്ടൻ ആദ്യമായിട്ടാണ് റോഷനെ ഇപ്പോൾ കാണുന്നത് തന്നെ ഇന്നാണെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല, വെറുതെ എന്തെങ്കിലും പറയല്ല. രേവതി ചേച്ചിയുടെ കാര്യത്തിലും അച്ഛൻ ഇങ്ങനെ തന്നെയായിരുന്നു, വെറുതെ ഇങ്ങനെ പറയാണ്, മോഷ്ടിച്ചു എന്നൊക്കെ പറയുകയാണെന്നൊക്കെ പറയും. അപ്പോൾ അതുമോളെ ഞാൻ കണ്ടതല്ല, നിൻ്റെ മാല അവൾ. അപ്പോഴത്തേക്ക് വർഷ പറയും, മതി നിർത്തച്ചാ, രേവതി ചേച്ചി അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എന്നിട്ട് പറയും, ഞാനിവിടേക്ക് വരരുതായിരുന്നു എന്ന് വർഷ പറയും. ഞാനിവിടേക്ക് വന്നതാണ് ഏറ്റവും വലിയ തെറ്റായിപ്പോയത്, വരരുതായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് പാവം എൻ്റെ ശ്രീകാന്ത് അവിടെ അവൻ്റെ വീട്ടിലേക്ക് പോവാതെ ഞാനുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് നിൽക്കുവാണ്. പാവം അവന് വല്ലാത്ത വിഷമമുണ്ട്, ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ചോദിക്കും. പറയും, എവിടെ പോകുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയും. അപ്പോൾ മഹിമ പറയും, നിൻ്റെ വീട് ഇതല്ലേ നിൻ്റെ വീടെന്ന് പറയും. അപ്പോൾ വർഷ പറയും, അല്ല ഇതല്ല എൻ്റെ വീട്, ശ്രീകാന്തിൻ്റെ വീടാണ് എൻ്റെയും വീടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ അച്ഛനിങ്ങനെ തടയാൻ വേണ്ടി നോക്കും. അപ്പോൾ ഇല്ല അച്ഛാ, തടയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ ബാഗും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും വർഷ.
എന്നിട്ട് അതവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇപ്പുറം നമ്മുടെ സുധിയുടെയും സച്ചിയുടെയും രേവതിയുടെയും സീനാണ് കാണിക്കുന്നത്. അവർ നമ്മുടെ സച്ചി അമ്പലത്തിലെത്തി കഴിയുമ്പോൾ അപ്പോൾ സച്ചിക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും രേവതി. സച്ചി കണ്ടപ്പോൾ തന്നെ അവന് വിഷമമാവുക ചെയ്യുക ശരിക്കും, ഇവൻ എന്തിനായി പണിയെടുക്കുന്നതെന്ന്. എന്നിട്ട് ഇവൻ എന്തിനാ ഇത് ചെയ്യുന്നത് രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി പറയും നിങ്ങൾ എന്നെ പോയി ചോദിക്കുക എന്ന് പറയും. എന്നിട്ട് സുധിയോട് പോയിട്ട് ചോദിക്കും, നീ എന്തായി കാണിക്കുന്നത്, നിനക്ക് എന്താ വട്ടായോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്തിനാ ഇവരുടെ അവിടെ വന്നിരിക്കുന്നത്. രേവതി ചോദിച്ചു അതേ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ സുധി ഒന്നും മിണ്ടില്ല. നീ ഇങ്ങോട്ട് മാറി, ആൾക്കാർ വരുന്ന കാണുന്നതിൽ എനിക്ക് പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് സച്ചി ഇങ്ങനെ വീണ്ടും ചോദിക്കും, നീ എന്തിനാടാ നീ ഇത് ചെയ്യുന്നത്, നീ ഇതിനാണോ നീ പഠിച്ചത്, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ടടാ, നീ ഇതിനാണോ പഠിച്ചതെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് നീ എന്തിനാടാ വെറുതെ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് എന്തിനാടാ, അവർക്കൊക്കെ വിഷമാവില്ല, അച്ഛനൊക്കെ വിഷമാവില്ല, എന്തിനാടാ നമ്മുടെ അഭിമാനം കളയുന്നത്, അപമാനിക്കപ്പെടുന്നത് എന്തിനാടാ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനാണോ പഠിച്ചതെന്നൊക്കെ ചോദിക്കും. നീ പഠിച്ചവനടാ, നിനക്ക് വിവരമില്ലടാ എന്നൊക്കെ വെച്ച് പറയും. എന്നിട്ട് സുധിയൊന്നും മിണ്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുകളിലുള്ള അച്ചാച്ചനില്ലേ, അപ്പോൾ അച്ചാച്ചൻ പറയും അത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് ഇവനുള്ളത്, ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് ഒരു പരിഹാര കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ സച്ചിക്ക് ചോദിക്കും പരിഹാര കർമ്മമോ അതെന്തെന്നും ചോദിക്കും. അപ്പോൾ സുധി ഇങ്ങനെ കാര്യം പറയും, അതെ പരിഹാര കർമ്മമാണ്, ഒരു സ്വാമിജി പറഞ്ഞിട്ടാണ് ഇന്ന് 6 മണി വരെ ഭിക്ഷ എടുത്തിട്ട് അമ്പലത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ഒരു സ്വാമിജിയാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ സുധി പറയും, സച്ചി പറയും, നീ എന്തിനാണ് ഈ പറയുന്നത്, ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഭിക്ഷ എടുക്കുകയാണോ ചെയ്യേണ്ടത്, അതിന് നമ്മൾ പ്രയത്നിക്കുകയാണ് വേണ്ടത്, നമ്മൾ ജോലി അന്വേഷിക്കുക വേണ്ടത്, നീ ജോലി അന്വേഷിക്കുക, നീ ഇതൊന്നല്ല ചെയ്യേണ്ടത്, ഇങ്ങ് വന്നാട്ടെ നീ എന്ന് പറയും. അപ്പോൾ സുധി പറയും ഇല്ല ഞാൻ വരില്ല, ഞാൻ 6 മണി കഴിയാതെ ഇവിടെ നിന്ന് വരില്ല എന്ന് പറയും. സച്ചി വീണ്ടും നിർബന്ധിക്കും, നീ ആൾക്കാർ ആരും കാണുന്നതിന് മുന്നേ ആരും കാണുന്നതിന് മുന്നേ നീ വാ, നമ്മൾ ഭിക്ഷ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആവുന്നില്ല, ഇതാരാ നിന്നോട് പറഞ്ഞെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതിയും പറയും ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്വാമിജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭിക്ഷ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ സ്വാമിജി ആയിരിക്കില്ല ഇങ്ങനെ പറയും. അപ്പോൾ സുധി ഇങ്ങനെ പിടിച്ച് വലിക്കും, നീ വന്നാട്ടെ എന്ന് പറയും. സുധി ആണെങ്കിൽ 6 മണി കഴിഞ്ഞാലേ വരും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിടിച്ച് വലിക്കുമ്പോൾ സച്ചി ചോദിക്കും, ഇത് ഇടുന്നാടെ നിനക്ക് ഇത്ര നാർന്ന ഡ്രസ്സൊക്കെ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ സുധി പറയും അത് പിന്നെ വേറൊരു ഭിക്ഷക്കാരൻ്റെ അടുക്കുന്ന കടം എടുത്തതാണെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അപ്പോൾ ഇതാരാടാ നിൻ്റെ മറ്റേ ഡ്രസ്സൊക്കെ എടുത്ത് ശരിക്കും ഡ്രസ്സ് കൊടുത്തു ചോദിക്കും. അപ്പോൾ അത് പിന്നെ എൻ്റെ പാർക്കിൽ കൂടെ ഉണ്ടായിരുന്ന ബ്രോ ഇല്ലേ അവൻ്റെ അടുത്തുള്ളതെന്ന് പറയും. അപ്പോൾ അവനാണെന്ന് എനിക്ക്. എന്നിട്ട് രേവതി പറയും ആരും കാണുന്നതിന് മുന്നേ സച്ചേട്ടാ ഞാൻ പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് വേഗം അവനെ പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് കാറിലിരുത്തിയിട്ട് വീട്ടിലെത്തിക്കും. വീട്ടിലാണെങ്കിൽ നമ്മുടെ രവി അച്ഛനും നമ്മുടെ ചന്ദ്രമതിയും കൂടെ കോഫി കൊടുക്കും. അപ്പോൾ രവി അച്ഛൻ പറയും എന്തൊരു കയ്പ കോഫിക്ക്, രേവതിയുടെ കോഫിയാണെങ്കിൽ നല്ലതെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതിക്ക് പിന്നെയും ഒരു ചെറിയൊരിത്, എന്ത് പറഞ്ഞാലും രേവതി നിങ്ങൾ പറയും അതൊരു ഇടാത്തോണ്ടാണ് കയ്പ്, നിങ്ങൾക്ക് വയസ്സായില്ലേന്ന് പറയും. അപ്പോൾ രവി അച്ഛൻ ചോദിക്കുന്നു എനിക്ക് വയസ്സായില്ലെന്നൊക്കെ. എന്നിട്ട് ചന്ദ്രമതി പറയും എനിക്ക് വയസ്സായെന്നായിട്ടില്ലാന്ന്. അപ്പോഴത്തേക്ക് ഇവർ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് സച്ചിൻ രേവതി ഇറങ്ങും, പക്ഷേ സുധി ഇറങ്ങില്ല. എന്നിട്ട് സുധിയോട് നീ എന്താ ഇറങ്ങാത്ത, വീടെത്തിയെന്ന് പറയും. സുധി പറയും ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല, എന്നെ ഈ വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മക്കും ശ്രുതിക്കും സഹിക്കില്ല എന്ന് പറയും. അപ്പോൾ സച്ചി പറയും അത് ശരിയാ, എനിക്ക് പോലും കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ വീടെത്തി ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്.